വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം നീളുന്നു. ക്യാമ്പുകളിൽ കഴിയുന്നവരോട് സ്വമേധയാ വീട് കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സർക്കാർ നിശ്ചയിച്ച വാടകയ്ക്ക് മേപ്പാടി വൈത്തിരി മേഖലയിൽ വീട് കിട്ടാനില്ലാത്ത പ്രതിസന്ധിയാണ്. കേരള ഗ്രാമീൺ ബാങ്ക് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ 16 കോടി രൂപയുടെ വായ്പ നൽകിയതിന്റെ കണക്ക് 24 കിട്ടി. 10 സ്കൂളുകളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വൈകാതെ അവിടെ ക്ലാസുകൾ ആരംഭിക്കണം. അതിനുള്ളിൽ പുനരധിവാസവും നടക്കണം. ഒരു വ്യക്തത കുറവുണ്ട് ദുരന്ത ബാധിതർക്ക്. അതുകൊണ്ട് തന്നെ ഈ വേദനകൾക്കിടയിലും വാടക വീട് അന്വേഷിച്ച് പരക്കം പായുകയാണവർ. ചൂരൽമല സ്വദേശിയാണ് രേവതി. പുതുതായി നിർമ്മിച്ച വീട് പൂർണ്ണമായും ഉരുൾ കൊണ്ടുപോയി. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ നിന്ന് സ്വമേധയാ വാടക വീട് കണ്ടെത്താനാണ് ഇപ്പോൾ പറയുന്നത്. അന്വേഷിച്ചു നടക്കാത്ത സ്ഥലമില്ലെന്ന് പറഞ്ഞ രേവതി ആശങ്ക പങ്കുവച്ചു. നമുക്കൊന്നും കിട്ടാനില്ല. ഇവിടെ എവിടെയും വീടില്ല. ഇവിടെ നമ്മൾ അന്വേഷിച്ച് മേപ്പാടി തൊട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ 3-4 ദിവസമായിട്ട് അതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഒന്നും ക്ലിയർ ആയിട്ടില്ല. പക്ഷേ ചിലടത്ത് പോകുമ്പോൾ അവർ അഡ്വാൻസ് ആയിട്ട് ഒത്തിരി പൈസ ചോദിക്കുന്നുണ്ട്. നമുക്കതില്ല. പിന്നെ വാടകയും കൂടുതലാണ് ചോദിക്കുന്നത്. 9,000, 8,000 അങ്ങനെയൊക്കെയാണ് വാടക വയ്ക്കുന്നത്. നമുക്കത് കൊടുക്കാൻ പറ്റില്ല. സർക്കാർ കണ്ടെത്തിയ വാടക കെട്ടിടങ്ങളിലേക്ക് എന്നു മുതൽ മാറ്റി തുടങ്ങും? മേപ്പാടി വൈത്തിരി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നവരുടെ മുൻഗണന എങ്ങനെയാണ്? വാടക ഇനത്തിൽ നൽകുന്ന 6,000 രൂപ എത്ര കാലം സർക്കാർ നൽകും എന്നീ കാര്യങ്ങളിലും വ്യക്തത വരണം. 975 പേരാണ് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നത്. 404 പേർ സ്വമേധയാ കണ്ടെത്തിയ വാടക വീടുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ 2 ദിവസത്തിനുള്ളിൽ മടങ്ങി. ക്യാമ്പിലുള്ള ആളുകൾക്കനുസരിച്ച് വാടക വീട് കണ്ടെത്തുന്നതിൽ കാലതാമസമുണ്ടായെന്ന് ടി സിദ്ദിഖ് MLA. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് കേരള ഗ്രാമീൺ ബാങ്ക് നൽകിയത് 16 കോടിയുടെ വായ്പയാണ്. 2000-ഓളം പേർക്കാണ് ഈ വായ്പകൾ നൽകിയത്. വായ്പയെടുത്ത മരിച്ച 36 പേരെ തിരിച്ചറിഞ്ഞു. മറ്റു കണക്കുകൾ ശേഖരിച്ചു വരുന്നു. ടീം 24 വയനാട്.